ബാക്ക് ടു അന്നയിലിൻ്റെ ഫാഷൻ. ഇന്ന് നമ്മൾ 2 ടൈപ്പ് ബോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ടെയിൽഡ് ബോയും ഒന്ന് അല്ലാത്ത വേറൊരു ടൈപ്പും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് 2 മോഡലും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതേപോലെ ത്രികോണം പോലെ നമ്മൾ മടക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഇതേപോലെയാണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ ആ ത്രികോണത്തിൻ്റെ കണ്ടോ എഡ്ജ് ആ കറക്റ്റ് സൈഡിലാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ത്രികോണം നടുവിൽ കിട്ടുന്ന രീതിയിൽ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇതിൻ്റെ പണി. ശേഷം ഇതൊന്ന് തുന്നി കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നി കൊടുത്ത ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു ആലിഗേറ്റർ ക്ലിപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ തുന്നാൻ എളുപ്പമുണ്ടായിരിക്കും. മുഴുവനായിട്ട് ഞാൻ തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തുന്നി ഉറപ്പിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ കെട്ടിട്ടാലും മതി. ഞാൻ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം മറ്റേതും അതേപോലെ എടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട പോലെ ഫസ്റ്റ് തന്നെ നമുക്കൊരു എഡ്ജ് ഒന്നായിട്ട് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ നേരത്തെ ചെയ്ത പോലെ അല്ലാതെ വളരെ സിമ്പിളായിട്ട് കഴിയും. ശേഷം രണ്ടാമത്തെ സൈഡും തുന്നി കൊടുക്കുക. ദെൻ ഈ 2 നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോസും കൂടി തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗം വെച്ചിട്ടോ അല്ലെങ്കിൽ തുന്നിയിട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ തുന്നിയിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. തുന്നിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈറ്റിൽ അത് അവിടെ നിന്നോളൂ. 2 ബോയും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഗം വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗം വെച്ചിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളൊരു റിബണിൻ്റെ പീസ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ബലത്തിൽ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക. ശേഷം സെൻറ്ററിലത്തെ പീസ് അലിഗേറ്റർ ക്ലിപ്പിനുള്ളിൽ കൂടെ ഗം തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ദെൻ ബാലൻസ് വന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഉരുക്കേണ്ട ആവശ്യമില്ല, ഗം വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത് പല കളേഴ്സിൽ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 3 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരു സെറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. 100 റുപ്പീസിന് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും പല കളറിൽ ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റോൺ ഷീറ്റും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോ വരുന്നത്. ഇനി സെക്കൻഡ് ബോ നമുക്ക് നോക്കാം. സെക്കൻഡ് ബോയ്ക്ക് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, എത്ര ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബോ ടെയിൽഡ് ബോ ആണ്, അത് നോക്കാം.
ഇതേ റിബൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ഒരു സെറ്റ് എന്നുള്ള പോലെ ചെയ്യാണ് 2 അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ റിബൺ വെച്ചിട്ട് തന്നെ ഏകദേശം എനിക്ക് എത്രയാണ് ബോൻ്റെ സൈസ് വേണ്ടിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ബോയ്ക്ക് എത്ര നീളം വേണമെന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടും, ഒട്ടും വേസ്റ്റും ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടാണ് കട്ട് ചെയ്യാറ്, അല്ലാണ്ട് അളവൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം 2 ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ദെൻ ഇങ്ങനെ മടക്കുക, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉരുക്കിയ വശം ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലാണ് മടക്കിയത്. ഇതേപോലെ ഇപ്പോൾ 2 എഡ്ജസും ഒരേപോലെ വന്നിട്ടുണ്ട്. ദെൻ ഇനി സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇടുമ്പോൾ എല്ലാ റിബണിൻ്റെ മുകളിലും സ്റ്റിച്ച് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ 2ാമത്തെ ബോർഡ് പകുതി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ടെയിലും കൂടി വെച്ച് കൊടുക്കണം. ശേഷം നമ്മൾ മറ്റൊരു പീസ് റിബൺ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടെയിലിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് റിബൺ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇതേപോലെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുത്താലും ഒരു ബോ ആയി കേട്ടോ. ശേഷം മറ്റൊരു പീസ് കട്ട് ചെയ്തിട്ട് 2 എഡ്ജും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉരുക്കി കൊടുക്കുക. ശേഷം ആ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടെയിൽഡ് ബോ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ടെയിൽഡ് ബോയ്ക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലോത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ ശരിക്കും ക്ലോത്തിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലോത്ത് ഇല്ലെങ്കിൽ ഇതേപോലത്തെ റിബൺസ് വാങ്ങിയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് ശേഷം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസോ സ്റ്റോൺ ഷീറ്റോ എന്തെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഒരു ലെയർ ബീഡ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഈ ഒരു ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ദെൻ സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു സ്റ്റോൺ ലേസ് കൂടി വെച്ചിട്ട് നമ്മൾ ബോ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ മുൻപത്തേന് സ്റ്റോൺ ലേസ് വെച്ചല്ലോ, അപ്പോൾ നമ്മളൊരു സെറ്റ് ആക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ 2 ബോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ അവർ
എപ്പോഴും ബോസൊക്കെ കളഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയൊരു പീസ് റിബൺ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാക്കിയിട്ട് നിങ്ങളുടെ മക്കളെ നഴ്സറിയിലൊക്കെ വിടാവുന്നതാണ് കേട്ടോ.